സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ പട്ടാഭിഷേകം തടയാൻ മന്ധര കൈകേയിക്ക് കുബുദ്ധി പറഞ്ഞു കൊടുത്തു. അവളെ വശത്താക്കി. കൈകേയിയുടെ മനസ്സ് അവൾ പിടിച്ചെടുത്തു. രാജ്ഞിയുടെ ഓർമ്മ പഴയകാല സംഭവങ്ങളിലേക്ക് തിരിച്ചു. മന്ധരയുടെ വാക്കുകൾ കൈകേയിക്ക് കരുത്തു പകർന്നു. പണ്ട് ദേവാസുര യുദ്ധം നടക്കുമ്പോൾ രഥത്തിൻ്റെ ആണി തകർന്നു പോയത് ഓർത്തുപോയി. അച്ഛൻ്റെ ദ്വാരത്തിൽ കൈവിരലിട്ട് അന്ന് യുദ്ധം പൂർത്തിയായി. ജയിച്ചു, ശരിയാണ്, ഓർക്കുന്നു. അന്ന് തന്നെ അത് മന്ധരയോട് പറഞ്ഞതും താനാണ്. ജീവൻ രക്ഷിച്ചതിന് സമ്മാനമായി ദശരഥൻ തന്ന ആ 2 വരങ്ങൾ ഇന്ന് നീ ചോദിച്ചു വാങ്ങണം. ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു കൊള്ളാമെന്നല്ലേ അന്ന് പറഞ്ഞത്? അതിപ്പോ മഹാരാജാവിനോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എങ്ങനെ നേരിടണം? അതല്ലേ ആലോചിക്കുന്നത്. അതിനുള്ള വഴിയും പറഞ്ഞു തരാം. മന്ധര വിഷം കലർത്തിയ പോംവഴികൾ ഉപദേശിച്ചു. കോപാലയത്തിൽ കിടന്ന് കാര്യം സാധിക്കും വരെ ദശരഥനോട് പെരുമാറേണ്ട രീതിയും സൂത്രങ്ങളും എല്ലാം. കൂനിയുടെ ഏഷണി ശരിക്കും ഫലിച്ചു. കൈകേയിയുടെ മനസ്സിൽ വിഷം നിറഞ്ഞു. കോപം കൊണ്ട് വിറച്ചു. എല്ലാ കാര്യങ്ങളും ദശരഥനിൽ നിന്ന് താനാണ് മുമ്പ് അറിയാറുള്ളത്. തന്നോടാണ് പറഞ്ഞിരുന്നത്. അതിന് മാറ്റം വന്നിരിക്കുന്നു. മന്ധര പറഞ്ഞത് ശരിയാണ്. ദശരഥൻ അകന്നു പോയിരിക്കുന്നു. അതല്ലേ രാമൻ്റെ അഭിഷേക വാർത്ത തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നോട് ആലോചിക്കാതിരുന്നത്? മന്ധരയ്ക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. അവൾ മാത്രമേ തൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്നുള്ളൂ. പട്ടും വളയും നൽകി അവളെ സന്തോഷിപ്പിച്ചു. ഭരതൻ രാജാവായാൽ 100 ഗ്രാമങ്ങൾ കൂടി സമ്മാനം നൽകാമെന്നും വാക്കുകൊടുത്തു. എങ്ങനെയായാലും രാമൻ്റെ അഭിഷേകം മുടക്കണം. അത് നടക്കരുത്. മന്ധരയുടെ ഏഷണി കേട്ട് കൈകേയി തീരുമാനിച്ചു. കൈകേയിക്ക് രാമനെ ഇഷ്ടമായിരുന്നു. മന്ധരയുടെ ഏഷണി കാരണമാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ചീത്ത ആളുകളുമായി കൂട്ടുകൂടിയാൽ എത്ര നല്ലവനും ചീത്തയാവും. കൈകേയി ദുഷ്ടയായത് മന്ധരയുടെ ഏഷണി കൊണ്ടല്ലേ. അതുകൊണ്ട് മറ്റുള്ളവരോട് എപ്പോഴും നല്ലതേ പറയാവൂ. രാമൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നോക്കിക്കണ്ട് ദശരഥൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ദശരഥൻ കൈകേയിയുടെ മന്ദിരത്തിലേക്ക് കടന്നു. തൻ്റെ കാലൊച്ച അവൾക്കറിയാം. സുന്ദരിയായ അവൾ പുഞ്ചിരിയുമായി ഓടിയെത്തുമെന്ന് കരുതി. കൈകേയിയെ കാണുന്നില്ല. അവളെ തിരക്കി. കൊട്ടാരം മുഴുവൻ നടന്നു. ദാസിമാരോട് ചോദിച്ചു. മഹാരാജ്ഞി കോപാലയത്തിൽ കടന്നിരിക്കുകയാണ്. കാരണം അതവർക്കറിഞ്ഞുകൂടാ. ദശരഥൻ ഉടനെ കൈകേയിയുടെ അടുത്തെത്തി. രാജ്ഞി നിലത്ത് കിടക്കുകയാണ്. ദശരഥൻ അവളോട് ചേർന്നിരുന്ന് അവളെ തലോടി. എത്ര ശ്രമിച്ചിട്ടും അവൾ ഒന്നും മിണ്ടുന്നില്ല. ആഭരണങ്ങൾ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. ചിലവ പൊട്ടിയും മറ്റു ചിലവ തകർന്നും അങ്ങുമിങ്ങും ചിതറിക്കിടക്കുന്നു. പട്ടുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മലിന വസ്ത്രങ്ങൾ ഉടുത്തിരിക്കുന്നു. കൈകേയിയുടെ കിടപ്പ് കണ്ട് ദശരഥൻ നടുങ്ങി. കോപത്തിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവൾക്ക് അഹിതമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കും. പറയൂ, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ഞാൻ അവനെ ശിക്ഷിക്കാം. നിന്നെ വേദനിപ്പിച്ചവൻ എൻ്റെയും ശത്രുവാണ്. ആരായാലും കഠിന ശിക്ഷ നൽകാൻ ഞാൻ മടിക്കില്ല. കൈകേയിക്ക് യാതൊരു ഭാവഭേദവുമില്ല. അവൾ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ കിടപ്പാണ്. നിന്റെ ആഗ്രഹം എൻ്റേതു കൂടിയാണ്. ദശരഥ മഹാരാജാവ് ആണ് ഇട്ടത് പറഞ്ഞപ്പോൾ കൈകേയി കണ്ണു തുറന്നു. ദശരഥനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് സത്യപ്രതിജ്ഞ പാലിക്കുന്നവനാണെങ്കിൽ, ശപഥം നിറവേറ്റുമെങ്കിൽ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഉടൻ ആ 2 വരങ്ങൾ തരണം. അതിലൊരു വരത്താൽ എൻ്റെ ഓമന മകൻ ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. 2ാമത്തെ വരപ്രകാരം രാമൻ ഉടൻ വനവാസത്തിന് പോകണം. രാമൻ ജടാവൽക്കലങ്ങൾ അണിഞ്ഞ് മുനിവേഷത്തിൽ 14 വർഷം വനവാസത്തിൽ കഴിയണം. കൈകേയിയുടെ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് തലയിൽ ഇടുത്തി വീണതുപോലെ നിലംപതിച്ചു. ഇടയ്ക്ക് കണ്ണു തുറക്കും, എഴുന്നേറ്റിരിക്കും, പിന്നെ കുറേ സംസാരിക്കും. സ്വപ്നം കണ്ട പ്രതീതി. ദശരഥൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകേയിയുടെ കാൽക്കൽ വീണു. ആ മനസ്സൊന്നലിഞ്ഞു കാണാൻ കൊതിച്ചു. പക്ഷേ കൈകേയിയുടെ കോപം അടങ്ങിയിട്ടില്ല, മനസ്സലിഞ്ഞിട്ടില്ല. പെട്ടെന്ന് കൈകേയിയുടെ മനം മാറ്റത്തിനുണ്ടായ കാരണം എന്താണ്? അവൾക്ക് എങ്ങനെ ജീവനൊടുക്കുന്ന വാക്കുകൾ പറയാൻ കഴിഞ്ഞു?
ദശരഥന് ഒന്നും മനസ്സിലായില്ല. രാമന്റെ ഗുണങ്ങളെ മാത്രം വർണ്ണിക്കാറുള്ള കൈകേയി ഇപ്പോൾ മറിച്ചു പറയുമ്പോൾ ദശരഥന് അത് കേൾക്കാനുള്ള ശക്തിയില്ലാതെ പോകുന്നു. രാമൻ എന്ത് കുറ്റം ചെയ്തു എന്നിവൾ പറയുന്നില്ല. ഭരതനെ വാഴിക്കണമെങ്കിൽ വാഴിച്ചോട്ടെ. അതിന് രാമൻ എന്തിനു ഉപദ്രവിക്കണം? എന്തിനു കാട്ടിലയക്കണം? പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൈകേയി ഇടയ്ക്ക് കയറി പറഞ്ഞു, വാക്കു മാറി പറയുന്നവൻ ഭ്രാന്താണ്. രാമൻ മാൻതോലും വൽക്കലവും ഉടുത്ത് വനത്തിലേക്ക് പോകണം. ഇല്ലെങ്കിൽ ദുഃഖം സഹിക്കാൻ കഴിയാതെ ദശരഥൻ ചേതനയേറ്റ് വീണു. രാത്രി അവസാനിക്കാതിരിക്കട്ടെ. പാവം, ദശരഥന് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയൂ.